ഹായ്, യു ബി മാത്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ 9ാം ക്ലാസ്സിലെ മാത്സ് റിവിഷൻ്റെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് തുടങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആരെങ്കിലും 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഇതുപോലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ ഓണാക്കി വെക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത വർഷം 10ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് വരുന്നതാണ്. നമ്മൾ 4 ചാപ്റ്റർ നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തു. അതിനെ തുടർന്ന് നമ്മൾ ബാക്കി എല്ലാ ചാപ്റ്ററിലെയും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളാം. ദ സം ഓഫ് ടു നമ്പേഴ്സ് is 21 and their difference is 5. What are the numbers? രണ്ട് സംഖ്യകളുടെ തുക 21ആണ്, അവയുടെ വ്യത്യാസം 5ആണ്. സംഖ്യകൾ ഏതെല്ലാമാണ്? അപ്പൊ ഇങ്ങനെയാണെങ്കിൽ സംഖ്യകളെ നമുക്ക് എക്സ് എന്നും വൈ എന്നും എടുക്കുകയാണെങ്കിൽ, സംഖ്യകള് എക്സ് എന്നും വൈ എന്നും എടുക്കുകയാണെങ്കിൽ ചോദ്യത്തിൽ തന്നിട്ടുള്ള സം ഓഫ് ടു നമ്പേഴ്സ്, സംഖ്യകളുടെ തുക എന്നതിന് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അത് 21 ആണ്. ആൻഡ് ദ ഡിഫറൻസ്, വ്യത്യാസം എക്സ് മൈനസ് വൈ എന്നത് 5ആണ്. രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും സമ്മും ഡിഫറൻസുമാണ് തരുന്നെങ്കിൽ അതിലെ ഫസ്റ്റത്തെ നമ്പർ കിട്ടാൻ ശ്രദ്ധിച്ചോളാം. സാധാരണ മൈനസ് ഒക്കെ ചെയ്ത് എലിമിനേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആൾക്കാർ ഉപയോഗിക്കുക. പകരം നമുക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും സമ്മും ഡിഫറൻസുമാണ് തരുന്നതെങ്കിൽ അതിലെ ഫസ്റ്റത്തെ നമ്പർ, ആദ്യത്തെ സംഖ്യ കിട്ടാൻ ഈ രണ്ട് സംഖ്യകളുടെ തുകയെ സമ്മിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. തുകയുടെ ഹാഫ് ആയിരിക്കും ഫസ്റ്റത്തെ നമ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 25 + 5 26 വന്നു, ബൈ 2 13 ആണ് ഫസ്റ്റത്തെ നമ്പർ. ഇതുപോലെ സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ 21 - 5 ബൈ 2 തമ്മിൽ വ്യത്യാസം കണ്ട് ഡിഫറൻസ് കണ്ട് ഹാഫ് എടുത്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 21 5 കുറച്ചാൽ 16 ബൈ 2 8 വരുന്നു. ഇതാണ് നമ്മൾ ആദ്യത്തെ ഈ രീതിയിലുള്ള ചോദ്യം പലപ്പോഴും ആനുവൽ എക്സാമിന് വരുന്നുണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ 2-3 രീതിയിൽ നമുക്ക് ഈ ചോദ്യങ്ങളെ ശ്രദ്ധിക്കാം. ഒരു മട്ട ത്രികോണം, റൈറ്റ് ട്രയാങ്കിൾ, ഇതിൻ്റെ ഹൈപ്പോട്ന്യൂസ് എന്നത് ഒരു 3 ആണ്. ഓൾട്ടിറ്റ്യൂഡ് ഒന്നുമില്ല, ലംബവശം എന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ കർണം എങ്ങനെ കണ്ടുപിടിക്കാം, പാദം എങ്ങനെ കണ്ടുപിടിക്കാം, ബേസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ചോദ്യമെങ്കിൽ നമുക്കറിയാതെ കർണ സ്ക്വയർ മൈനസ് ലംബ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ വരും. ഇത് അടുത്തടുത്ത സംഖ്യകളാണെങ്കിൽ ഈ 2 സംഖ്യകൾ കൂട്ടിയിട്ട് എഴുതിയാൽ മതി. √5 ആയിരിക്കും വരുന്നത്. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. ഇതിൽ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പോലെയൊക്കെയാണ് എഴുതുന്നതെങ്കിൽ 3 + 2 ഇൻറ്റു 3 - 2 വരും. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ, 3 + 2 എന്ന് പറയുന്നത് 5 ആണ്. 3 - 2 എന്നുള്ളത് ഇത് അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് തമ്മിൽ വ്യത്യാസം എന്നത് 1 ആണല്ലോ. ഈ 1 കൊണ്ട് ഗുണിച്ചാൽ ഇതിനൊരു മാറ്റമൊന്നും വരില്ല, 5 തന്നെ വരും. അങ്ങനെയാണെങ്കിൽ
ഈ രണ്ട് സംഖ്യകൾ അടുത്തടുത്ത സംഖ്യകളാണെങ്കിൽ സ്ക്വയറിന്റെ വ്യത്യാസം കാണാൻ നമുക്ക് തമ്മിൽ കൂട്ടിയാൽ മതി. ഒരു ഉദാഹരണം നോക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിള്, ഇതിന്റെ ഹൈപ്പോട്യൂസ് എന്നുള്ളത് 1.5 1.5 ആണ്, ബേസ് എന്നത് 1/2 ആണ്. ഈ സൈഡ് എത്രയെന്ന് ചോദിച്ചാൽ ABC ആണെങ്കിൽ AB എന്ന വശമാണ് കാണണമെങ്കിൽ റൂട്ട് ഓഫ് 1.5 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ, 1/2 സ്ക്വയർ. തമ്മിൽ ഡിഫറൻസ് 1 ആണല്ലോ. ഡിഫറൻസ് 1 ആണെങ്കിൽ ഇതിന് ആൻസർ കിട്ടാൻ ഈ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. 1.5 1/2 കൂട്ടുമ്പോൾ 2. കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് ആൻസർ പറയാൻ പറ്റും. പക്ഷെ അത് ശ്രദ്ധിക്കണം, ഹൈപ്പോട്ടിസ് അഥവാ കർണം തന്നിട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഈ മെത്തേഡ് പറ്റൂല. അപ്പൊ നമുക്ക് അടുത്ത മെത്തേഡ് വരുന്നത് കർണമാണ് കണ്ടുപിടിക്കണമെങ്കിൽ അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ AC = റൂട്ട് ഓഫ് പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അത് പക്ഷേ ആഡ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. 1 + 4 റൂട്ട് 5 ആണ്. റൂട്ട് 5 ആണ്. അപ്പോൾ ഇത് റൂട്ട് 5 ആണെന്ന് പറഞ്ഞു. എങ്കിൽ ഇതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്താണെന്നാണ് അടുത്ത ചോദ്യം. പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്താണ്? 3 വശങ്ങളോടെ കൂടുന്നതാണ്. 1 + 2 + റൂട്ട് 5. ഇതിനെ നമുക്ക് ഏകദേശം സംഖ്യയിലേക്ക് മാറ്റുകയാണെങ്കിൽ, അതായത് റൂട്ടൊന്നും ഇല്ലാത്ത സംഖ്യയിലേക്ക് മാറ്റുകയാണെങ്കിൽ 1 + 2 3 ആണ്. റൂട്ട് 5 എന്ന് പറഞ്ഞത് 2.23 എന്നാണ്. റൂട്ട് 2 1.41, റൂട്ട് 3 1.73, റൂട്ട് 5 2.23. ഈ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കണമെന്ന് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയാൽ 3 + 2 5.23 സെന്റിമീറ്റർ. ഇതാണ് ചുറ്റളവ് വരുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ദ കോസ്റ്റ് ഓഫ് 1 ടേബിൾ ആൻഡ് 4 ചെയർ. Cost of 1 table and 4 chairs is 7,400. The cost of 2 table and 6 chairs of the same rate is rupees 13,600. What is the price of the table? What is the price of the chair? ഒരു മേശക്കും 4 കസേരക്കും കൂടി 7,400 രൂപയാണ് വില. ഇതേ തരത്തിൽ 2 മേശക്കും 6 കസേരക്കും കൂടിയാണെങ്കിൽ അത് 13,600 രൂപയാണ്. മേശയുടെ വില എന്താണ്? കസേരയുടെ വില എന്താണ്? നമുക്ക് വേണമെങ്കിൽ ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് പറയാം. ലോജിക്കൽ പറഞ്ഞാൽ ഒരു ടേബിളും 4 ചെയർ വാങ്ങിച്ചപ്പോൾ 7,400. ഇതിന്റെ ഇരട്ടിയാണ് വാങ്ങിച്ചത് എന്താ? അങ്ങനെയാണെങ്കിൽ എന്താവും? 2 ടേബിളും 8 ചെയറും. അപ്പൊ അത് ഇവിടെ ഇരട്ടിയാവും, 14,800 രൂപ. രണ്ടാമത് വാങ്ങിച്ചത് 2 ടേബിളും 6 ചെയറും, അതിന് 13,600 രൂപയാണ്. 13,600 ആണ്. അപ്പൊ ഇവിടെ അധികം വാങ്ങിച്ചു, ഒന്നാമത്തേൽ അധികം വാങ്ങിച്ചത് ഇവിടെ 8 ചെയർ വാങ്ങിച്ചത്, രണ്ടാമതിൽ 6 ചെയറാണ്. ടേബിൾ രണ്ടിടത്ത് ഒരുപോലെയാണ്. അപ്പൊ ആദ്യത്തിൽ 2 ചെയർ അധികം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 2 ചെയറിന്റെ പ്രൈസ് എന്നത് 14,800 നിന്ന് 13,600 കുറച്ച് 14,800 നിന്ന് 13,600 തമ്മിൽ ഡിഫറൻസ് ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് 1,200 അല്ലേ? 1,200 ആണ് 2 ചെയറിന്റെ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഒരു ചെയറിന്റെ പ്രൈസ് 600 എന്ന് വരും. ഈ രീതിയിൽ ചെയറിന്റെ പ്രൈസ് കാണാം. അത് ഉപയോഗിച്ച് നമുക്ക് ടേബിളിന്റെ പ്രൈസ് കാണാം. ഇതാണ് ഒരു മാർഗമുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ സമവാക്യം ഉപയോഗിച്ചിട്ട് കാണാം. എങ്ങനെ വെച്ചാൽ ടേബിളിന്റെ പ്രൈസ് X എന്നെടുക്കുന്നു, ചെയറിന്റെ പ്രൈസ് Y എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തില് ഒരു ടേബിളും 4 ചെയറും എന്നാണ്. ഒരു ടേബിള് അപ്പൊ X, 4 ചെയർ, 4 13,600. then അടുത്തത് വീണ്ടും നമ്മൾ പറയുന്നത് രണ്ടാമത് വായിച്ചത് 2 മേശയും 4 കസേരയാണ്.
2 മേശ വരുമ്പോൾ 2x, അതിൽ 6 കസേര 6 ചെയർ 6y, അത് 13,600. ആദ്യത്തിൽ ഇത് മാറിപ്പോയി. ആദ്യത്തത് ഒരു മേശയും 4 ചെയർ എന്നുള്ളത് 7,400 രണ്ടാമത്തത് 13,600. ഇത് ഒന്നാമത്തെ സമവാക്യം. രണ്ടാമത്തെ സമവാക്യം. രണ്ട് സമവാക്യത്തിലെയും എക്സ് ആകുന്ന സംഖ്യയോ അല്ലെങ്കിൽ എക്സുകളുടെ എണ്ണമോ വൈകളുടെ എണ്ണമോ തുല്യമാവും. അല്ലെങ്കിൽ തുല്യമാക്കണം. ഇവിടെ എക്സുകൾ തുല്യമല്ല, വൈ തുല്യമല്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സമവാക്യത്തിന്റെ ഇരട്ടി എടുക്കുന്നു. ഇരട്ടി എടുത്താൽ 2 × x 2x, 2 × 4y 8y, 2 × 7,400 14,800. ഇത് മൂന്നാമത്തെ സമവാക്യമാണെങ്കിൽ മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യം മൈനസ് ചെയ്യും. മൂന്നാമത്തേത് രണ്ടാമത്തെ മൈനസ് ചെയ്യും. അപ്പൊ 2x 2x കുറച്ചാൽ 0. 8y എന്ന് 6y കുറച്ചാൽ 2y 2y. 14,800 മൈനസ് 13,600 1,200. ഓക്കെ, y കളിച്ചപ്പോൾ 1,200 / 2 600 എന്ന് വരുന്നു. അപ്പോൾ ചെയറിന്റെ പ്രൈസ് 600 രൂപയാണ്. പ്രൈസ് ഓഫ് ചെയർ 600 റുപ്പീസാണ്. ഇനി ടേബിൾ കിട്ടാൻ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വൈക്ക് പകരം നമുക്ക് 600 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x + 4y = 7,400 എന്നാണ്. x + 4 × yക്ക് പകരം നമുക്ക് 600 എന്ന് കൊടുക്കാം. 7,400. x + 4 × 600 4 × 600 2,400 = 7,400. x കിട്ടാൻ 7,400 നിന്ന് 2,400 7,400 2,400 മൈനസ് ചെയ്യുന്നു 5,000. അങ്ങനെയാണെങ്കിൽ ടേബിളിന്റെ പ്രൈസ് 5,000 രൂപ. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം, ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ഇറാഷണൽ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്നൊരു ചാപ്റ്ററിൽ വരുന്ന ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ വരുന്ന ചില സാധനങ്ങൾ. അപ്പോൾ √3 × √12. അപ്പൊ ഇതിൽ അറിയേണ്ടത് ഇങ്ങനെ വരുന്ന സംഖ്യകളൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ √2 + √3 വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏകദേശം വില വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷെ √2 3 √2 പ്ലസ് ഒരു 5 √2 ഉണ്ടാണെങ്കിൽ ടോട്ടൽ നമുക്ക് ഒരേ സാധനം ആയതുകൊണ്ട് 8 √2 എന്ന് എഴുതാം. 8 √2 എഴുതാം. രണ്ട് വേറെ റൂട്ടുള്ള നമ്പറാണെങ്കിൽ നമുക്ക് പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല, മൈനസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുന്നിടത്ത് √a × √b എന്ന് വന്നാൽ അതിനെ √ab എന്ന് എഴുതാം. √ab എന്ന് എഴുതാം. √a/√b വരികയാണെങ്കിൽ √a/b എന്ന് എഴുതാം. ഇങ്ങനെ രണ്ടിൽ എഴുതാം. പക്ഷെ ആഡ് ചെയ്യുന്നിടത്തും സബ്ട്രാക്ട് ചെയ്യുന്നിടത്തും ഇതുപോലെ പറ്റില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്കൊന്ന് വന്ന് നോക്കാം. √13 × √12, √3 × √12, √3 × √12. അപ്പോൾ √3 × 12 എന്ന് എഴുതാം. √36 എന്ന് എഴുതാം. അതിന് കൃത്യമായ റൂട്ടുള്ള സംഖ്യയാണ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 6 എന്നാണ്. അടുത്ത √12 ഹരിക്കണം √3 ആണ്. √12/√3. നേരത്തെ നമ്മൾ പറഞ്ഞു മൊത്തം ഒരു റൂട്ടിനകത്തേക്ക് മാറ്റാം. √12/3 എന്ന് എഴുതാം. അപ്പൊ അത് √4 ആണ്. അതിന് കൃത്യമായ റൂട്ട് വരുന്നു 2 ആണ്. 2 is the answer. 2 is the answer. അടുത്ത റൈറ്റ് ദ നാച്ചുറൽ നമ്പർ ഈക്വൽ ടു √3 × √12. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് എൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. √3 × √12 നമ്പർ ഏതാണ്? 6 ആണ്. √12/√3 എന്നത് 2 ആണ്. then അടുത്ത ചോദ്യത്തിലേക്ക് 1/3 എന്ന ഫ്രാക്ഷന് 10ന്റെ പവേഴ്സ് ആവുന്ന 10ന്റെ പവർ ഡിനോമിനേറ്റർ ആവുന്ന ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതണം. നമുക്ക് സാധാരണ ചെയ്യുന്നതിൽ ഫാക്ടർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരാം.
വേണമെങ്കിൽ ഇതിന് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ലോങ് ഡിവിഷൻ അറിയുന്നതുകൊണ്ട് 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കരുതാം. അങ്ങനെയാണെങ്കിൽ 1ൽ വരുന്നത് പോയില്ലല്ലോ, അപ്പോൾ അത് 0.10 ആകുമ്പോൾ 3 ടൈംസ് 9 1 അഗൈൻ 3 ടൈംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് 1/3 ഈക്വൽ ടു 0.333 എക്സെട്ര എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഫ്രാക്ഷനായിട്ട് എഴുതുകയാണെങ്കിൽ 3/10 പ്ലസ് 3/100 പ്ലസ് 3/1000 പ്ലസ് എക്സെട്ര. ഈ രീതിയിൽ ഫ്രാക്ഷനായിട്ട് ഇതിനെ എഴുതാം, ഭിന്നസംഖ്യയായിട്ട് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. x² പ്ലസ് 3x പ്ലസ് 2 എന്ന ബഹുപദത്തിൽ P of 0 എങ്ങനെ കണ്ടുപിടിക്കണം? Px = x² പ്ലസ് 3x പ്ലസ് 2 എന്ന പോളിനോമിയൽ P of 0. ഈ P of 0 കാണാൻ ഒരു എളുപ്പമാർഗമുണ്ട്. നമ്മുടെ പോളിനോമിയലില് ബഹുപദത്തില് ഒന്നാമത്തിൽ x ഉള്ള ടേമാണ് x² ആണ്, രണ്ടാമത്തിൽ x ഉണ്ട് 3x ആണ്, മൂന്നാമത്തെ കൂടെ നമുക്ക് x ഒന്നുമില്ല 2 ഒറ്റക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ആയിരിക്കും നമുക്ക് P of 0 കിട്ടുന്നത്. കാരണം എക്സിന് 0 ആകുമ്പോൾ x² 0 ആയിപ്പോൾ 3x 0 ആയിപ്പോൾ പിന്നെ 0 ആവാൻ നിൽക്കുന്നത് 2 മാത്രമാണ്. അപ്പോൾ നേരെ നമുക്ക് P of 0 എന്നുള്ള ആൻസർ ചെയ്യാം. എക്സ് ഇല്ലാത്ത നമ്പർ ആയിരിക്കും പോളിനോമിയലിൽ, എക്സ് ഇല്ലാതെ നിൽക്കുന്ന നമ്പർ ആയിരിക്കും P of 0. P of 1 കാണാനും ഇതുപോലെ ഇതിൻ്റെയൊക്കെ കോഎഫിഷ്യന്റ് ഗുണം എടുത്താൽ മതി. x² ഗുണകം 1 പ്ലസ് എക്സിന്റെ ഗുണകം കോഎഫിഷ്യന്റ് 3 കോൺസ്റ്റന്റ് ടേം 2 എല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന 6 ആണ് P of 1. ഇനി ഇത് ചെയ്യണമെങ്കിൽ P of 1 പ്ലസ് P of -1 ബൈ P of 0 ആണെങ്കിൽ P of -1 കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. P of -1 എന്ന് പറഞ്ഞാൽ എക്സിൽ നമുക്ക് -1 കൊടുക്കണം. x² എന്നുള്ളത് -1² പ്ലസ് 3x 3 × -1 പ്ലസ് 2 -1² എന്ന 1 3 × -1 വരുമ്പോൾ -3 പ്ലസ് 2 1 പ്ലസ് 2 എന്നത് 3 വരുന്നു. പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തു. -3 ഈക്വൽ ടു 0. 3 - 3 ഈക്വൽ ടു 0. അപ്പോൾ P of -1 എന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലുള്ള P of 1 പ്ലസ് P of -1 ബൈ P of 0 ഈക്വൽ ടു P of 1 എന്നത് നമ്മൾ കണ്ടു 2 ആണ്. 2 പ്ലസ് P of -1 എന്നത് 0 ബൈ P of P of 1 എന്നത് നമ്മൾ കണ്ടു 6 ആണ്. P of -1 എന്നത് 0 ആണ്. P of 0 എന്നതാണ് 2. അങ്ങനെയാണ് 6/2 എന്നുള്ള ആൻസർ 3 ആണ് മൊത്തം ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. റിയൽ നമ്പേഴ്സ് അഥവാ രേഖീയ സംഖ്യ എന്നുള്ള ചാപ്റ്ററിലെ ഫൈൻഡ് x satisfying each of the equation below. mod x plus 2 equal to 5, mod x minus 6 equal to mod x plus 2, then etc. ഇങ്ങനെ വരുന്ന സംഖ്യ x ആവുന്ന സംഖ്യകൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്കൊരു കാര്യം എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നൊന്ന് മനസ്സിലാക്കാം. mod x മൈനസ് കേവലം x മൈനസ് എന്നുള്ളത് ഒരു m ആണെന്ന് പറഞ്ഞാൽ a യിൽ നിന്ന് എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് അകലം m ആവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? കുറച്ചുകൂടെ ക്ലിയർ ആയി പറയുകയാണെങ്കിൽ x - 2 എന്നത് 3 ആണെങ്കിൽ 2ൽ നിന്നും 3 യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള നമ്പർ ഏതൊക്കെയാണ്? അപ്പോൾ അതിന്റെ റൈറ്റ് സൈഡും വരാം ലെഫ്റ്റ് സൈഡും വരാം എന്നറിയണം. പക്ഷെ നടുക്ക് മൈനസ് ആയിട്ടാണ് ഇത് കാണേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x + 2 mod x + 2 എന്നതിന് നമുക്ക് mod x - -2 എന്ന് എഴുതാം. ഈക്വൽ ടു 5 എന്നാണ്. ഒരു നമ്പർ ലൈൻ സപ്പോസ് ചെയ്യാം. 0 1 2 3 4 5 6 7 8 9 etc. -1 -2 -3 -4 -5 etc. നമുക്ക് അപ്രോക്സിമേറ്റ് നമ്പർ എടുത്തിട്ട് എഴുതിയാൽ മതി. മെഷർമെന്റ് എടുത്ത് വരക്കൊന്നും വേണ്ട, ഒരു റഫായിട്ട് വരച്ചാൽ മതി. ഇനി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. -2 ൽ നിന്ന്
5 യൂണിറ്റ് അകലെയുള്ള പോയിന്റ് ഏതാണ് ചോദ്യം. അങ്ങനെ മനസ്സിലാക്കിയത് സിമ്പിൾ ആവും. x+2 എന്നുള്ളത് x-2 ആക്കുക. കാരണം മൈനസ് വരുമ്പോഴാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ആവുക. അപ്പോൾ -2ൽ നിന്ന് 5 യൂണിറ്റ്. അപ്പോൾ -2 എന്നുള്ളത് ഇവിടെയാണ് പോയിന്റ്. ഇവിടെ നിന്ന് 5 യൂണിറ്റ് ഇങ്ങോട്ട് വരണം, 5 യൂണിറ്റ് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഒന്ന് നോക്കാം. ആദ്യം 5 യൂണിറ്റ് ഇങ്ങോട്ട് എടുക്കാം. -2 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇത് ഇങ്ങോട്ട് 5 യൂണിറ്റ്. 1 2 3 4 5. അപ്പോൾ ഒരു x വരുന്നത് 3 ആണ്. ഈ ഭാഗത്തേക്ക് 1 2 3 4 5 വരും. അപ്പോൾ -7. ഇതാണ് രണ്ട് സംഖ്യകളായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അടുത്തത് ഇതുപോലെ ആലോചിക്കുക. മോഡ് x-r അടുത്ത മൈനസ് തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഈക്വൽ ടു മോഡ് x+2. അപ്പോൾ അതിന് നമുക്ക് x - -2 എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം 6ൽ നിന്നും -2ൽ നിന്നും ഒരേ അകലത്തിലുള്ള പോയിന്റ് ഏതാണ്? അകലം രണ്ട് തുല്യമായിരിക്കണം. അകലമാണ് മോഡ് x കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. x-r എന്നുമ്പോൾ 6 x-ലേക്കുള്ള ദൂരം. x - -2 എന്ന് പറഞ്ഞാൽ -2 x-ലേക്കുള്ള ദൂരം. രണ്ട് തുല്യമായിരിക്കണം. അപ്പോൾ അത് നോക്കാം. 6ൽ നിന്ന് ഇവിടെയാണ് 6, പിന്നെ അടുത്തത് -2 ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ഇന്റർവെൽ. ഇതിനകത്ത് നിന്ന് 2ൽ നിന്നും ഒരേ അകലമാവണമെങ്കിൽ അത് 2ന്റെയും മിഡിലായിരിക്കണം നമ്പർ നിൽക്കേണ്ടത്. എന്നാലും 2ന്റെ അകലം തുല്യമായിരിക്കും. അപ്പൊ ഇവിടുന്ന് 2ന് തുല്യമായിരിക്കുന്നത് നടുക്ക് നിൽക്കുന്ന സംഖ്യ 2 ആണല്ലോ. മനസ്സിലാവുണ്ടോ? നോക്കേ, നടുക്ക് നിൽക്കുന്ന 2 അല്ലേ? ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ ഒരു യൂണിറ്റ് 2 3 4 യൂണിറ്റ്. 1 2 3 4 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 2 ആണ് നടുക്കത്തെ സംഖ്യയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ x എന്നുള്ളത് ഒറ്റ നമ്പറേ ഉള്ളൂ, 2 ആണ്. കിട്ടാൻ വേറൊരു മാർഗമുണ്ട്. -2 മുതൽ 6 വരെയാണ്. നടുക്കുള്ള സംഖ്യ കിട്ടാൻ എപ്പോഴും 2ഉം കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. ഏത് 2 സംഖ്യയുടെ നടുക്കുള്ള സംഖ്യ കിട്ടാനുള്ള മാർഗം അതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് മിഡിലെ നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഓൺലൈൻ ട്യൂഷന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 രൂപയാണ് നമ്മുടെ ഒരു ദിവസത്തെ ക്ലാസ്സിന് ചാർജ് ആക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അതിനകത്ത് ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തുള്ള നമ്മൾ ക്ലാസ്സിലൂടെ പോയാൽ നമുക്ക് A+ നമുക്ക് മാത്സിന് ഉറപ്പിക്കാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. 10 സെറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈസി മാത്സിന് ബുക്ക് നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എല്ലാ എക്സാമിനോടനുബന്ധിച്ച് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ വരും. ഏകദേശം 350 ക്ലാസ്സുകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു ക്ലാസ്സിന് 10 രൂപയാകുമ്പോൾ 3500 രൂപയാണ് ഒരു വർഷത്തേക്ക് വരിക. നമ്മളൊരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 3500 പകരം 1999 രൂപയാണ് നമ്മൾ ഫീസ് വാങ്ങുന്നത്. ഇതോടുകൂടി നമ്മൾ കണക്കിന് A+ സെറ്റ് ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ആൾക്കാർ ശ്രമിക്കുക. താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 27/1000. 27/1000ന്റെ ദശാംശ രൂപ എഴുതാം. അപ്പൊ താഴെ 10ന്റെ കൃതിയായിട്ട് വരുന്ന 1000 ആണ്. അങ്ങനെയാണെങ്കിൽ 0 നോക്കിയിട്ട് നമുക്ക് ഇടാം. താഴെ കിടക്കുന്നത് 3 0 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടണം. അങ്ങനെ 7 എന്നുള്ളൊരു സ്ഥാനം വന്നു, 2 വന്നു, 3 വരണം. ഇനി സംഖ്യ ഇല്ലാത്തതുകൊണ്ട് മുന്നേ 0 ഇടുന്നു, പോയിന്റ് ഇടുന്നു. പോയിന്റ് 027 ആണ്. ഇനി പോയിന്റ് 39ന്റെ ഫ്രാക്ഷൻ ഫോം തിരിച്ചെഴുതണം. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. ആ പോയിന്റ് ഒഴിവാക്കി താഴെ 2 0 നമ്പർ എഴുതണം. 39/100. ഇതാണ് ദശാംശ രൂപ എഴുതുന്നതും തിരിച്ച് ദശാംശത്തിനെ ഭിന്നസംഖ്യ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഇങ്ങനൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ അർദ്ധവൃത്തം അഥവാ സെമി സർക്കിൾ ആണ്. അതിൻ്റെ ഡയമീറ്റർ അഥവാ വ്യാസം എന്നത് 12 ആണ്. വ്യാസം 12 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം what is the radius of the small semicircle? ചെറിയ അർദ്ധവൃത്തത്തിന്റെ ആരം എന്തായിരിക്കും? വലിയ അർദ്ധവൃത്തത്തിന്റെ ആരം എന്ന് ചോദിക്കാം.
മൊത്തമുള്ള ഡിസ്റ്റൻസ് 12 ആണ്, 12 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 6 ആയിരിക്കും വരുന്നത്, ഇവിടെ 6 ആയിരിക്കും. ഈ 6 എന്നത് ചെറിയ അർദ്ധവൃത്തത്തിന്റെ സ്മോൾ സെമി സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആരം എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയായ 3 ചെറിയ അർദ്ധവൃത്തത്തിന്റെ ആരം വരുന്നത്. ഓക്കെ, ചെറിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളം എന്തായാലും വൃത്തത്തിന്റെ പരപ്പളം കാണാനുള്ള സൂത്രം നമുക്കറിയാം, πr² ആണ്. അങ്ങനെയാണ് അർദ്ധവൃത്താകുമ്പോൾ അതിന്റെ പകുതിയാണ്. അപ്പൊ ഇവിടെ ആരം 3 ആയതുകൊണ്ട് π ഇൻറ്റു 3² വരുന്നു, അഥവാ /2 വരുന്നു. 9/2 π സെന്റിമീറ്റർ സ്ക്വയർ. 9/2 π സെന്റിമീറ്റർ സ്ക്വയർ, അല്ല 4.5 സെന്റിമീറ്റർ സ്ക്വയർ. കാൽക്കുലേറ്റ് ഏരിയ നമുക്ക് ഷെയ്ഡ് വിളിച്ചത്. ഇങ്ങനത്തെ ഒരു ചെറിയ അർദ്ധവൃത്തത്തിന്റെ സെമി സർക്കിളിന്റെ ഏരിയ 9/2 ആണ്. അങ്ങനത്തെ 2 ഉണ്ട്. അപ്പൊ 2 കൂടെ ഏരിയ എന്ന് പറയുമ്പോൾ 9/2 π ഇൻറ്റു 2 വരും, 9 π വരും. ചെറിയ 2 അർദ്ധവൃത്തങ്ങളുടെ ആകെ പരപ്പളവ് 9 π വരും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്ത് കിട്ടാന്, ഷെയ്ഡ് ചെയ്തതിന്റെ ഏരിയ കിട്ടാന്, പരപ്പളവ് കിട്ടാന് മൊത്തമുള്ള അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് ഇത് 2 മൈനസ് ചെയ്താൽ മതിയല്ലോ. മൊത്തമുള്ള അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് π ഇൻറ്റു അതിന്റെ റേഡിയസ് നമ്മൾ 6 ആണെന്ന് പറഞ്ഞു, 6² അഥവാ 6 ഇൻറ്റു 6/2. അർദ്ധവൃത്തായിട്ട് പകുതിയാണ്. വൃത്താകുമ്പോഴാണ് πr², അർദ്ധവൃത്താകുമ്പോൾ പകുതിയാണ്. π ഇൻറ്റു 6 ഇൻറ്റു 6/2. ഒരു 6ന് 2 കൊണ്ടായിരിക്കുന്നു 3, 6 ഇൻറ്റു 3 18 π വരും. അങ്ങനെയാണെങ്കിൽ ഇത് ഷെയ്ഡ് ചെയ്തതിൻ്റെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പരപ്പളവൊന്ന് നേരത്തുള്ള 9 π മൈനസ് ചെയ്യണം. ഇത് 18 π വന്നു. ഒരു 6നും 2 കഴിച്ച് 3 18 π മൈനസ് 9 π ഈക്വൽ ടു 9 π സെന്റിമീറ്റർ സ്ക്വയർ. 9 π സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. 2 ചിത്രം വരയ്ക്കുന്ന ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കണം. ഈ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ സൈഡ് 1.5 മടങ്ങാവുന്ന 1.5 സ്കെയിൽ ചെയ്തിട്ട് ഇതിനെ വരക്കണം. അപ്പൊ 2-3 രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. ഒന്ന്, സൈഡ്സ് എല്ലാം ഡബിൾ ആക്കാം, അല്ല 1.5 ആക്കാം. 7 എന്നുള്ളത് അരയും കൂടെ കൂടുമ്പോൾ 3.5, 10.5 എടുത്തിട്ട് ചെയ്യാം. അതുപോലെ 6 എന്നുള്ളത് അതിന്റെ പകുതിയും കൂടെ കൂടുമ്പോൾ 9 വരുന്നു. 5 എന്നത് അതിന്റെ പകുതി എടുത്ത് 7.5 വരുന്നു. ഈ രീതിയിൽ ഇനി ഈ അളവ് ഉപയോഗിച്ച് നമുക്ക് ത്രികോണം വരക്കാം. മറ്റൊരു രീതിയിൽ നമുക്ക് ഈ ത്രികോണം നമ്മൾ ഇതുപോലെ വരക്കാം. നടുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യും. അതല്ലെങ്കിൽ ഈ വശം നമുക്ക് നീട്ടി വരക്കണം, പകുതിയും കൂടെ നീട്ടി വരക്കണം. 7 എന്നുള്ളത് 3.5 കൂടെ നീട്ടി വരക്കണം. ഈ വശം 6 എന്നുള്ളത് പകുതിയും കൂടെ കൂട്ടി വരക്കണം. 6 എന്നുള്ളത് 3 കൂടെ നീട്ടി വരക്കണം എന്ന് ജോയിൻ ചെയ്ത് നമുക്ക് ത്രികോണം വരക്കാം. വ്യത്യസ്ത രീതിയിൽ വരക്കാം. അപ്പൊ ഇതിന്റെ രീതിയിൽ നമ്മൾ ആലോചിക്കാം. വേറൊരു ചിത്രം വരക്കാനുള്ള ചോദ്യം. ഒരു ത്രികോണം വരച്ചിട്ട് അതിന്റെ സർക്കിൾ പരിവൃത്തം വരച്ച് ആരോളം വേണ്ട. അപ്പൊ നമ്മൾ ചെയ്യുന്നത് 6 സെന്റിമീറ്റർ വശമുള്ള, അപ്പൊ ഇതിൽ പറയുന്നത് 6 സെന്റിമീറ്റർ വശമുള്ള 6 സെന്റിമീറ്റർ വശമുള്ള ത്രികോണമാണ്. 6 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ ഒരു വര വരച്ചു. പിന്നെ കോൺ എ എന്നുള്ളത് 50 ഡിഗ്രി, പ്രൊട്രാക്ട് വെച്ച് 50 ഡിഗ്രിയിലൂടെ നമ്മൾ ഒരു ലൈൻ വരച്ചു. ബി എന്നത് 70 ആണ്. ഇവിടെ 70 ഡിഗ്രി മാർക്ക് ചെയ്ത് അതിലൂടെ ഒരു ലൈൻ വരച്ചു. മീറ്റ് ചെയ്യുന്ന പോയിന്റ് വരച്ച് ത്രികോണാക്കി. ഇനി അടുത്തത് ഇതിന്റെ പരിവൃത്തം അഥവാ സർക്കിൾ വരക്കണമെങ്കിൽ കേന്ദ്രം കിട്ടണം. അത് കിട്ടാൻ എ എന്ന ബിന്ദുവിൽ വെക്കുക, പകുതിയിലധികം എ ബിയുടെ പകുതിയിലധികം കോമ്പസിലെടുക്കുക, മുകളിലും താഴെ ചാപ്പിടുക. ബി എന്ന പോയിന്റ് വെക്കുക, ഇതേ അളവെടുത്തിട്ട് എതിർച്ചാപ്പിടുക, യോജിപ്പിച്ച് വരക്കുക. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ മധ്യലംഘമാവും. ഇതേപോലെ ബി സിയുടെ വരക്കാൻ ബിയിൽ വെക്കുക, അതിനെ മോർ ദാൻ ഹാഫ് എടുക്കുക, 2 ഭാഗത്ത് ചാപ്പ് വരക്കുക, തിരിച്ച് എതിർച്ചാപ്പ് വരക്കുക, യോജിപ്പിച്ച് വരക്കുക. ഈ കൂട്ടിമുട്ടുന്ന ബിന്ദുവായിരിക്കും വൃത്തം വരുന്നത്, അല്ല വൃത്തത്തിന്റെ കേന്ദ്രം വരുന്നത്, സെന്റർ വരുന്നത്. അപ്പോൾ കോമ്പസ് ഇവിടെ വെക്കുക, ഏതെങ്കിലും ഒരു മൂലയ്ക്കുള്ള അകലെ കൊടുക്കുക,
അതെടുത്തിട്ട് നമുക്ക് ഇതേപോലെ വൃത്തം വരച്ച് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അടുത്തൊരു ചിത്രം വരക്കുന്നത് 13 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ, അതിന്റെ സൈഡ് 2:3:4 എന്ന റേഷ്യോയില് 2:3:4 എന്ന അംശബന്ധത്തിൽ മുറിക്കുന്ന രീതിയിൽ വരക്കണം. അംശബന്ധത്തിൽ മുറിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുന്ന കരുതുന്നു. ആദ്യം നമുക്ക് ഒരു 13 സെന്റിമീറ്റർ ലെങ്തിലുള്ള ഒരു ലൈൻ വരച്ചു. 13 സെന്റിമീറ്റർ ലെങ്തിലുള്ള ലൈൻ വരച്ചു. 2:3:4 എന്നാണ്. അപ്പോൾ 2 + 3 + 4 9 സെന്റിമീറ്റർ നീളമുള്ള വേറൊരു വര വരയ്ക്കുക. 9 സെന്റിമീറ്റർ നീളമുള്ള ഇതിന് 2, 3, 4 2, 3, 4 എന്ന രീതിയിൽ മുറിക്കുക. ഈ അവസാനത്തെ ബിന്ദു വരയ്ക്കുക. ഈ വരയ്ക്ക് സമാന്തരമായി 9 മുറിയുന്ന ഈ ബിന്ദുവിലൂടെ ഒരു വര വരയ്ക്കുക. സമാന്തരമായിട്ട് പാരലലായിട്ട് വരയ്ക്കുക. ഇതിലൂടെ പാരലലായിട്ട് വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഈ 3 അളവുകളുടെ റേഷ്യോയും നേരത്തെ പറഞ്ഞ 2, 3, 4 എന്നുള്ള അംശബന്ധം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അളവ് കോമ്പസിൽ എടുത്തിട്ട് ഇവിടേക്ക് ചാപ വരക്കുക. ഈ അളവ് കോമ്പസിൽ എടുത്ത് ഇവിടെ കുത്തിയിട്ട് എതിർച്ചാപ വരക്കുക. യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് ത്രികോണം. ഇപ്പം നമ്മൾ മിക്കവാറും ചാപ്റ്ററിലൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടി നമ്മുടെ റിവിഷൻ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ പിന്നെ നന്നായി എക്സാമിന് ഒരുക്കിയിട്ട് നല്ല മാർക്കോട് കൂടി 9ാം ക്ലാസ്സിൽ പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും 10ാം ക്ലാസ്സിലെത്തി 10ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ മാത്സ് പഠിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ട്യൂഷൻ്റെ കാര്യം കൂടെ നമ്മൾ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ഈ ചാനൽ കണ്ടതിനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനും ഷെയർ ചെയ്തതിനൊക്കെയുള്ള നന്ദിയും കൂടെ അറിയിക്കുന്നു. താങ്ക് യു.